അവിടെ ഡൽഹിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, നാളത്തെ ഡൽഹി തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെ കോൺഗ്രസിന് ഇതൊന്നും ഉപയോഗപ്പെടുത്തുവാൻ കഴിയുകയില്ല. അവിടെ ത്രികോണ മത്സരം എന്നുള്ളത് ഇപ്പോൾ നേരിട്ടുള്ള മത്സരമായിട്ട് ആം ആദ്മി പാർട്ടിയും BJPയുമായിട്ട് വരികയാണ്. കോൺഗ്രസിന്റെ വോട്ടുകൾ ജയത്തെയും പരാജയത്തെയും ഒക്കെ സ്വാധീനിച്ചേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ മോഹൻ വർഗീസ്, അതല്ലേ ശരി? അത് മാത്രമല്ല, ഈ ബജറ്റ് സമ്മേളനം തന്നെ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പാണല്ലോ, സംശയമില്ലാത്ത കാര്യമാണല്ലോ. ബജറ്റ് സമ്മേളനത്തിൽ പൂർണ്ണമായി മുഴങ്ങി നിന്നത് ഡൽഹി എന്ന ഒറ്റ ഒരു മാന്ത്രിക പ്രദേശമാണ്. നമുക്കറിയാമല്ലോ, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി പിടിക്കുക എന്നത് ഭരണപക്ഷത്തിനും കേന്ദ്രത്തിലെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷ കക്ഷികൾക്കും ഒരുപോലെ പ്രസ്റ്റീജിയസ് ഒരു കാര്യമാണ്. 27 ദീർഘമായ വർഷങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി ഡൽഹിയുടെ ഭരണത്തിൽ നിന്നും മാറി നിൽക്കുന്നത്. സ്വാഭാവികമായി മോദി ഒരു വലിയ ഫാക്ടറായിട്ട് വരുന്നു. കഴിഞ്ഞ 10-11 വർഷമായി മോദി യുഗമാണ്. അവിടെയും ഡൽഹിയിൽ ഈ പറയുന്ന മോദിയുടെ ഗ്യാരണ്ടികൾക്ക് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രഭാവമുണ്ടാക്കാൻ കഴിയുന്നില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാമാന്യം നന്നായി BJPക്ക് വോട്ട് നേടാൻ കഴിയുന്നുമുണ്ട്. അതിലൊരു കണക്ക് വരുന്നുണ്ട്. കണക്ക് പറയുന്നത് 2020 51% മധ്യവർഗം ആം ആദ്മി പാർട്ടിക്കാണ് വോട്ട് ചെയ്തത് എന്നാണ്. ആ കരുത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഭരണം നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും 50% മധ്യവർഗം BJPക്ക് വോട്ട് ചെയ്തു എന്നാണ് ഒരു റഫ് കണക്കാണ് ആ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 2024 കിട്ടിയ വോട്ടുകൾ ഇൻടാക്റ്റ് ആയിട്ട് നിർത്തുന്നതിന് ഈ ആദായ നികുതി ഇളവ് സഹായിക്കുമെന്നാണ് BJPയുടെ കണക്ക് കൂട്ടൽ. അതൊരു റഫ് എസ്റ്റിമേറ്റ് മാത്രമാണ്. കൃത്യമായി മധ്യവർഗം എവിടേക്കാണ് വോട്ട് ചെയ്തത് എന്നതൊരു ഊഹ കണക്ക് മാത്രമാണ്. കാരണം അത് വാർഡ് തിരിച്ച് നമുക്ക് വേണമെങ്കിൽ വോട്ട് കണക്കാക്കാം. പക്ഷേ മധ്യവർഗം എങ്ങോട്ടാണ് വോട്ട് ചെയ്തത്? പൊതുവെ കരുതപ്പെടുന്നത് ഡൽഹിയിലെ മധ്യവർഗം ആണ് ആം ആദ്മി പാർട്ടി എന്ന ഒരു ആശയത്തിന് തന്നെ വിത്തുപാക്കിയത് മധ്യവർഗ താല്പര്യങ്ങളാണ്. കാരണം കറപ്ഷൻ, അഴിമതിക്കെതിരെ ഏറ്റവും അധികം പ്രതികരിച്ചിട്ടുള്ളത് ഗവൺമെൻറ് സർവീസിലൊക്കെ തുച്ഛമായ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന മധ്യവർഗമാണ്. അവരാണ് അഴിമതിക്കാരെന്ന് പറയുന്നവരും അഴിമതി വിരുദ്ധരും അവർ തന്നെയാണ്, അതേ വിഭാഗം തന്നെയാണ്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് ആദ്യം മുതൽ തന്നെ വോട്ട് ലഭിച്ചതും ഒരു ഗുഡ്വില് ലഭിച്ചതും അരവിന്ദ് കെജ്രിവാൾ എന്ന ഫാക്ടറിനെ പ്രോപ്പർ ചെയ്ത് നിർത്തിയതും ഡൽഹിയിലെ മധ്യവർഗമാണെന്ന് പറയാം. പക്ഷേ അവിടെ ഈ ശീഷ് മഹൽ എന്നുള്ള ആ ഒരു അജണ്ട കൊണ്ടുവന്നിരിക്കുകയാണ് BJP. ഇന്ന് മോദി അത് എടുത്തു പറയുകയും ചെയ്തു പാർലമെന്റിൽ. ചില്ലു കൊട്ടാരം, അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ ചില്ലു കൊട്ടാരം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. അത് വലിയൊരു വിരോധാഭാസമാണ്. ഒരു വാഗണാർ കാറിൽ മുഖ്യമന്ത്രിയായിരിക്കെ ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന കെജ്രിവാൾ ഇന്ന് ഒന്നാം തരം SUVയിലാണ്, 4 വീൽ ഡ്രൈവ് ഒരു SUVയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരണത്തിന് പോയതും ഓഫീസിൽ പോയതും എല്ലാം തന്നെ. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അത് മുഖ്യമന്ത്രി ഒരു ലാളിത്യം, ഉടുപ്പിലും നടപ്പിലുമൊക്കെ ലാളിത്യമുണ്ട് എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ വാസസ്ഥാനം ഒരുക്കുന്നതിൽ ആ ലാളിത്യം ഉണ്ടായില്ല എന്നതാണ്. വലിയ തോതിലുള്ള കർട്ടനുകൾ, വലിയ ആർഭാടമായ തറയോടുകൾ എന്ന് വേണ്ട, ടോയ്ലറ്റുകൾ, ഇതെല്ലാം തന്നെ വലിയ തോതിലുള്ള ആർഭാടം, അതൊരു ചിഹ്നമായി വരികയാണ്. അപ്പം എന്താണോ ആം ആദ്മി പാർട്ടി പ്രൊജക്റ്റ് ചെയ്തിരുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ടാണ് അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും ആർഭാടത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും. അതുമാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ അംഗങ്ങൾ പലപ്പോഴും ആയാറാം ഗായാറാം പോളിറ്റിക്സിന് അതീതരല്ല എന്ന് കഴിഞ്ഞ ദിവസവും തെളിയിച്ചു. കാരണം 8 MLAമാർ സീറ്റ് നിഷേധിച്ചപ്പോൾ മറുകണ്ഠം ചാടിയ കഥയും കണ്ടു. അപ്പോൾ വാട്ട് ഈസ് ദി ഡിഫറൻസ്? ദിസ് ഈസ് ദ പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ആ ഡിഫറൻസ് ഇല്ലാതെയാക്കാണ്. തിരിച്ച് ബജറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ യാഗാശ്വത്തെ, ഡെലിവർ ചെയ്യുന്ന യാഗാശ്വത്തെ പിടിച്ചു കെട്ടണമെങ്കിൽ അത്ഭുതകരമായ ഒരു നീക്കത്തിലൂടെ, ഒരു സ്ട്രാറ്റജിക് അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്കിലൂടെ മാത്രമേ കഴിയൂ എന്ന് നരേന്ദ്രമോദിക്ക് അറിയാം, നിർമ്മലാ സീതാരാമൻ അറിയാം. അതിനുവേണ്ടി ഉപയോഗിച്ച ആയുധമാണ് ബജറ്റ്. ആ ബജറ്റ് രാജ്യത്തിന് മുഴുവൻ ബജറ്റാണെങ്കിലും ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് റിപ്പ് ചെയ്യേണ്ടത് ഡൽഹി തെരഞ്ഞെടുപ്പിലായതുകൊണ്ട് ഡൽഹിയുടെ മധ്യവർഗത്തെ നോക്കിയാണ് ബജറ്റ്. അതുമാത്രമല്ല, BJP ആ മധ്യവർഗത്തെ നോക്കി നടത്തിയ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ, അതായത് ഒരു മാസം 1 ലക്ഷം രൂപ വരുമാനമുള്ള മധ്യവർഗം, അവരുടെ മധ്യവർഗം എന്നല്ല ഞാൻ പറയുന്നത്, അവരെ ഞാൻ ഉപരിവർഗം, മിഡിൽ ക്ലാസ്സുമുണ്ട്, അപ്പർ മിഡിൽ ക്ലാസ് ആണ്. 1 ലക്ഷം മാസ വരുമാനമുള്ളയാൾ മധ്യവർഗം എന്ന് പറയാനാവില്ല, അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയാനാവൂ. അത് പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ, അല്ലേ? അപ്പൊ ഇതിനെ, ഈ വിഭാഗത്തെ നികുതിയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കുന്നു, ആദായ നികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വികസന പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്താൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണം. അതുമാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്ക് മധ്യവർഗം മാത്രമല്ല, അടിസ്ഥാന വർഗത്തിൻ്റെ നല്ല പങ്ക് ചേരി നിവാസികളായ വലിയൊരു വിഭാഗം ആളുകൾ ആം ആദ്മി പാർട്ടിയുടെ കട്ട സപ്പോർട്ട് ബേസാണ്.
അവരെ സംബന്ധിച്ചിടത്തോളം മധ്യവർഗത്തിന് നൽകുന്ന ഇളവുകൾ അവർക്ക് ബാധകമല്ല. മധ്യവർഗത്തിന്റെ വോട്ടുകൾ ചെറിയ തോതിൽ ചിതറാൻ തന്നെയാണ് സാധ്യത. പക്ഷേ അത് മതിയാകുമോ ആം ആദ്മി പാർട്ടിക്ക് ചരിത്രപരമായി ലഭിച്ചിരുന്ന മൃഗീയമായ ഭൂരിപക്ഷം മറികടക്കാൻ? അത് മാത്രം മതിയാകുമോ? അതാണ് ഒരു ചോദ്യം. ഒരു ചോദ്യം കൂടെ ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് എന്ന് പലരും കരുതുന്ന, ഞാൻ അങ്ങനെ കരുതുന്നില്ല, പലരും കരുതുന്ന ഒരു ചെറിയ ഒരു എഡ്ജ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു അനക്കം 4.2% നിന്നും ഒരുപക്ഷെ 5%-ലേക്കോ 6%-ലേക്കോ വോട്ട് ബേസ് വളർന്നാൽ ഒരു സ്ഥിരം ജയിക്കില്ല. ഒരു MLA പോലും കൊണ്ടുവരാൻ കഴിയുകയില്ല. പക്ഷേ ജയം പരാജയം നിശ്ചയിക്കാൻ പക്ഷേ അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള 7-8 മണ്ഡലങ്ങളുണ്ട് 70-ൽ. അവിടെ കോൺഗ്രസ് പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അങ്ങനെ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിനും ആം ആദ്മിക്കുമായി വിഭജിച്ചു പോവുകയാണെങ്കിൽ അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് ത്രികോണ മത്സര അന്തരീക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കായിരിക്കും. അതുകൊണ്ട് ടാക്ടിക്കൽ വോട്ടിങ്ങിലേക്ക് മുസ്ലിങ്ങൾ നീങ്ങുക, BJP ഒഴിവാക്കി നിർത്താൻ നീങ്ങുക എന്ന ഒരു തന്ത്രം ഉപയോഗിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ അതിന്റെ ബെനിഫിറ്റ് കോൺഗ്രസ് പിടിക്കുന്ന വോട്ടുകൾ BJPക്ക് അനുകൂലമായി